ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് വളരെയേറെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്ര അഴുക്ക് പിടിച്ചതും കറ പിടിച്ചതുമായ ചവിട്ടികൾ നല്ല പാല് പോലെ വെട്ടിത്തിളങ്ങാൻ ഈ ഒരൊറ്റ സൂത്രം ചെയ്താൽ മാത്രം മതി. അലക്കേണ്ട, കുനിഞ്ഞ് നടുവൊടിക്കേണ്ട, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് മെഷീൻ കേടാക്കുകയും വേണ്ട. ഈ ഒരൊറ്റ സൂത്രം ചെയ്താൽ മതി, എത്ര കറ പിടിച്ച ചവിട്ടികളും പാല് പോലെ വെട്ടിത്തിളങ്ങും. ഗ്യാസിന് വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേയേറെ ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്കിപ്പോൾ 2-3 മുട്ട പുഴുങ്ങിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു പാത്രത്തിൽ വെള്ളം സ്റ്റവിലേക്ക് വെച്ച് അതിലേക്ക് മുട്ടയിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ എന്തോരം ഗ്യാസ് ആയിരിക്കും ചിലവാകുന്നത്. കുക്കറിലേക്ക് ഇട്ട് ഒരൊറ്റ വിസിലിൽ നമുക്ക് മുട്ട വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷെ അന്നേരം നമുക്ക് ഗ്യാസ് ഒത്തിരി ചിലവാകും. ഇങ്ങനൊരു സൂത്രം ചെയ്താൽ ഗ്യാസ് ഒട്ടും തന്നെ ചിലവാകാതെ 3-4 മുട്ടകൾ ഒറ്റ അടിക്ക് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കും. അരി വേവിക്കുന്ന സമയത്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ ആവശ്യമായ മുട്ടകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അതുപോലെ തന്നെ പുട്ടും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വേവിക്കാൻ വെക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് പുഴുങ്ങാൻ ആവശ്യമായ മുട്ട ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ഒരു തുള്ളി ഗ്യാസ് പോലും ചിലവാക്കാതെ നമുക്ക് എത്ര മുട്ട വേണേലും പുഴുങ്ങിയെടുക്കാം. ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ വെറും 3 മിനിറ്റ് മാത്രമേ മുട്ട കഞ്ഞിയിലിട്ട് വേവിച്ചെടുത്തുള്ളൂ. നിങ്ങൾക്കിത് നന്നായിട്ട് പുഴുങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ 5-6 മിനിറ്റ് കഞ്ഞിയിലിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ പുതിയ മുട്ടയാണെങ്കിൽ മാത്രമേ കഞ്ഞിയിലേക്ക് ഇട്ട് വേവിക്കാൻ പാടുള്ളൂ. പഴകിയ മുട്ടയാണെങ്കിൽ കഞ്ഞിക്കുള്ളിൽ കിടന്ന് മുട്ട പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കണേ. സാരിയും ഷോളും ഒക്കെ പിൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണിത്. സേഫ്റ്റി പിന്നിൻ്റെ ആ മടക്കിനുള്ളിലേക്ക് നമ്മുടെ വസ്ത്രത്തിൻ്റെ നൂല് കയറിപ്പോകും. പിന്നെ അതെടുക്കാൻ കുറച്ച് പാടായിരിക്കും. മിക്കവാറും നമ്മുടെ വസ്ത്രം കീറുകയും ചെയ്യും അത് വലിച്ചെടുക്കുമ്പോൾ. സാരിയും ബ്ലൗസും ചേർത്ത് പിൻ ചെയ്യുമ്പോഴും അതുപോലെ ഷോളും ടോപ്പും ഒക്കെ ചേർത്ത് പിൻ ചെയ്യുമ്പോഴും നല്ല വലിവ് വരും. ഈ സമയത്താണ് പിന്നിൻ്റെ ആ മടക്കിനുള്ളിലേക്ക് നമ്മുടെ വസ്ത്രത്തിൻ്റെ നൂല് കയറി പോകുന്നത്. ഇത് ഒഴിവാക്കാൻ പറ്റിയ 3 ടിപ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സേഫ്റ്റി പിന്നിലേക്ക് ഇതുപോലെ ഒരു കുഞ്ഞു മുത്തിട്ട് കൊടുത്തതിന് ശേഷം അതുകൊണ്ട് നമ്മുടെ സാരിയോ ഷോളോ ഒക്കെ പിൻ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര വലിച്ചിലുണ്ടായാലും നമ്മുടെ വസ്ത്രത്തിൻ്റെ നൂല് പിന്നിൻ്റെ മടക്കിൻ്റെ അടുത്തേക്ക് പോലും വരില്ല. അങ്ങനെ നമ്മുടെ വസ്ത്രം നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇരുന്നോളും. ഇനിയിപ്പോൾ മുത്തൊക്കെ കിട്ടാൻ വഴിയില്ലാത്തവരാണെങ്കിൽ ഒരല്പം നെയിൽ പോളിഷ് കൊണ്ട് നമുക്ക് ഇങ്ങനൊരു സൂത്രം ചെയ്ത് വെച്ചാൽ മതി. സേഫ്റ്റി പിന്നിൻ്റെ ആ മടക്ക് ഭാഗത്തേക്ക് ഒരല്പം നെയിൽ പോളിഷ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് സാരിയോ അതുപോലെ തന്നെ ഷോളോ ഒക്കെ പിൻ ചെയ്യാം. നെയിൽ പോളിഷ് ഇങ്ങനെ തേച്ച് കൊടുത്തത് കൊണ്ട് നൂല് ഒരു കാരണവശാലും ആ മടക്കിനുള്ളിലേക്ക് കയറി പോവില്ല. ഇനിയിപ്പോൾ മുത്തും നെയിൽ പോളിഷും ഒന്നും എടുക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് പിൻ കുത്തി കൊടുത്താൽ മതി. പേപ്പർ കൊണ്ട് ഇങ്ങനെ ചെയ്താലും സാരിയുടെയും ഷോളിൻ്റെയും ഒക്കെ നൂല് പിന്നിൻ്റെ മടക്കിനുള്ളിലേക്ക് കയറി പോവില്ല. ഈ 3 ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അലക്കാതെ, കൈകൊണ്ട് ഉരയ്ക്കാതെ, കുനിഞ്ഞ് നടുവൊടിക്കാതെ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് മെഷീൻ കേടാക്കാതെ, എത്ര കറയും അഴുക്കും പിടിച്ച ചവിട്ടികളും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നല്ല പളാന്ന് വെട്ടിത്തിളങ്ങാനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇനി പറയുന്നത്. ബാക്കിലെ ഇറയത്തിടുന്ന നല്ല അഴുക്ക് പിടിച്ച ഒരു ചവിട്ടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത്രയും അഴുക്ക് പിടിച്ച് ചവിട്ടി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സോപ്പ് പൊടിയോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ എത്ര അഴുക്ക് പിടിച്ച് ചവിട്ടിയും സോപ്പ് പൊടിയും ഒന്നുമില്ലാതെ തന്നെ പാല് പോലെ വെളുപ്പിച്ചെടുക്കാൻ സാധിക്കും. ടൂത്ത് പേസ്റ്റിൻ്റെ ഇത്തരം കാലി കവറുകളൊന്നും ഇനി ആരും വെറുതെ വലിച്ചെറിഞ്ഞ് കളയണ്ട കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു 100 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ടൂത്ത് പേസ്റ്റിൻ്റെ തീർന്നു പോയ 2 കവറുകളാണ് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കവറുകൾ രണ്ടും ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനുള്ളിലെ പേസ്റ്റ് എല്ലാം തോണ്ടിയെടുക്കണം. ഇത് കണ്ടോ, ഇതിനുള്ളിൽ നിറയെ പേസ്റ്റ് ഉണ്ട്. ആ വക്കിനകത്തൊക്കെ ഇഷ്ടം പോലെ പേസ്റ്റ് ഇരിപ്പുണ്ട്. പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് നമുക്ക് ആ പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 2 ട്യൂബിലെയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണം. ഏകദേശം 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ നമുക്ക് ഈ പേസ്റ്റ് ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരടപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് ഈ ലൈന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. പേസ്റ്റിൻ്റെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും, അതൊക്കെ നന്നായിട്ട് ഇളക്കി അലിയിച്ചെടുക്കണം. ഒരു പഴയ ബക്കറ്റിലേക്ക് നമുക്ക് ഈ ലൈൻ ഒഴിച്ചതിന് ശേഷം നമ്മുടെ അഴുക്കും കറയും പിടിച്ച ചവിട്ടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചവിട്ടി മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചവിട്ടിയിലെ അഴുക്കെല്ലാം ഇളകി കിട്ടും. പക്ഷെ ഞാനിവിടെ തണുത്ത വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ അളവിന് തയ്യാറാക്കിയെടുത്ത മിക്സ് കൊണ്ട് നമുക്ക് 2 ചവിട്ടുകൾ ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ചവിട്ടുകൾ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയുടെയും വിനാഗിരിയുടെയും അതുപോലെ പേസ്റ്റിൻ്റെയും അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി. ചവിട്ടികൾ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നീളമുള്ള കമ്പോ പൈപ്പോ ഉപയോഗിച്ച് ഏകദേശം 10 മിനിറ്റോളം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് സോപ്പ് പൊടിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കൈകൊണ്ട് കഴുകിയാലും അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുമാത്രമല്ല, നടുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ നീളമുള്ള കമ്പോ വടിയോ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഏകദേശം 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. അരമണിക്കൂർ നേരം ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമ്മുടെ ചവിട്ടിയിൽ അഴുക്കും കറകളും എല്ലാം ഇളകി വന്നിട്ടുണ്ടാവും. ചവിട്ടി മുക്കി വെച്ച വെള്ളത്തിൻ്റെ കളർ കണ്ടോ? വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ ചവിട്ടിയിൽ അഴുക്കും കറകളും ചെളികളും എല്ലാം നിശേഷം മാറിക്കിട്ടി. ഇനി ഇത് നല്ല വെള്ളത്തിൽ 1-2 പ്രാവശ്യം കൂടി കഴുകിയെടുത്താൽ മതി. കഴുകി ഉണക്കി എടുത്തപ്പോൾ നമ്മുടെ ചവിട്ടിയുടെ കളർ കണ്ടോ? അഴുക്കും കറകളൊക്കെ നിശേഷം മാറി നല്ല പളപളാന്ന് വെട്ടി തിളങ്ങുന്നത് കണ്ടോ? സോപ്പ് പൊടിയോ ഒന്നും തന്നെ ഇല്ലാതെ, കല്ലിലിട്ട് ഉരയ്ക്കാതെ, അലക്കാതെ, വാഷിംഗ് മെഷീനിലിടാതെ എത്ര കറയും അഴുക്കും പിടിച്ച ചവിട്ടിയും നല്ല പാല് പോലെ വെട്ടിത്തിളങ്ങാനുള്ള ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്